നമസ്കാരം ന്യൂസ് അറ്റ് 9ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. PMC പദ്ധതിയിൽ കേരളവും പദ്ധതിയിൽ ചേരാനുള്ള ധാരണാപത്രം ഒപ്പുവെച്ച സർക്കാർ. നടപടി CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് 1500 കോടിയുടെ SSA ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം. നേപ്പാളിലെ ജൻസി കലാപത്തിന് പിന്നിൽ മലയാളിയും. നിർണായക വിവരം പുറത്തുവിട്ട നേപ്പാളി പത്രം കാഠ്മണ്ഡു ടൈംസ്. കേരളത്തിൽ നടന്നത് ആയുധ ശേഖരത്തിനുള്ള ആഹ്വാനം. ഡിസ്കോഡ് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടന്ന ചാറ്റുകൾ തെളിവ്. പിരിച്ചുവിട്ടുവെന്ന് മാധ്യമങ്ങളോട് പറയാൻ, പിരിച്ചുവിട്ടുവെന്ന് നിയമസഭയിൽ പറയാൻ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. പേരാമ്പ്ര സംഘർഷത്തിനിടെ തന്നെ മർദ്ദിച്ചത് ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ CI അഭിലാഷ് ഡേവിഡ് എന്ന ഷാഫി പറമ്പിൽ. പോലീസിനെതിരെ ഗുരുതര ആരോപണം. കയ്യിൽ ഗ്രനേഡും ലാത്തിയും ഉണ്ടായിരുന്നു. അഭിലാഷ് ഡേവിഡ് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനെന്നും ഷാഫി. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് വെറുതെയോ? കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന അവകാശവാദം പൊളിയുന്നു. തന്നെ മർദ്ദിച്ചത് ഷാഫി പറമ്പിൽ പറഞ്ഞ CI അഭിലാഷ് ഡേവിഡിനെ പുറത്താക്കിയത് ഗുണ്ടാബന്ധവും അന്വേഷണ വീഴ്ചയും ചൂണ്ടിക്കാട്ടി. സസ്പെൻഷനിലായിരുന്നുവെന്ന് അഭിലാഷിന്റെ മറുപടി. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് റാന്നി കോടതി. കേസിലെ രണ്ടാമത്തെ അറസ്റ്റ്. വിമതരെ പൂട്ടാൻ പുതിയ നീക്കവുമായി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങിയാൽ നടപടിക്ക് പകരം കൗൺസിലിംഗ് നൽകും. 3 ടേം മത്സരിച്ചവർക്ക് ഇളവ് നൽകുന്നതിനെതിരെ യൂത്ത് ലീഗ്. പാർട്ടിയിലെ യുവാക്കൾക്ക് ആശങ്കയുണ്ടെന്ന് ലീഗ് നേതൃത്വത്തെ അറിയിക്കും. തമ്മിൽ തല്ലിന് ശേഷം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ബീഹാറിലെ മഹാസഖ്യം. മുകേഷ് സഗ്നി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രഖ്യാപനം പട്നയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. നിതീഷ് കുമാറിനെ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തത് ഉയർത്തിക്കാട്ടി നേതാക്കൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട്ടെ നിവേദ് കൃഷ്ണയും മലപ്പുറത്തെ ആദിത്യ അജിയും വേഗതാരങ്ങൾ. ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ 47 വർഷത്തെ റെക്കോർഡ് തകർത്ത് ആലപ്പുഴക്കാരൻ അതുൽ TM. ജൂനിയർ പെൺകുട്ടികളിൽ കോഴിക്കോട്ടെ ദേവനന്ദയ്ക്ക് 1ാം സ്ഥാനം. വിശദമായി നോക്കാം. PMCയിൽ കേരളവും. PMC പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു. സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സർക്കാരിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മനു ഭരത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മനു, അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. CPM എന്നുള്ള വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു, CPIയുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്ന് ആ തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു, അല്ലേ? അതെ, ആര്യ സൂചിപ്പിച്ചതുപോലെ 3 വർഷമായി തുടരുന്ന എതിർപ്പ് മാറ്റിവെക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നു. മന്ത്രിസഭയ്ക്കകത്ത് തന്നെ CPI 3 തവണ ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നു, CPI മന്ത്രിമാർ. പക്ഷെ അതും കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതിയുടെ ഭാഗമാകാതിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ, എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് മാറ്റം.
കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ആണ് ഇതിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. ബാക്കി 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായി നേരത്തെ തന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. PMC പദ്ധതി സംസ്ഥാനം ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം പലതും അനുവദിച്ചു കിട്ടിയിരുന്നില്ല. അത് കേന്ദ്രത്തിന്റെ ഒരു സാമ്പത്തിക ഉപരോധമാണ് എന്ന നിലയിൽ കേരളം അതിന് വഴങ്ങാതിരുന്നു. പക്ഷെ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന മിക്ക കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളും പ്രതിസന്ധിയിലായി. കേന്ദ്രത്തിൽ നിന്ന് 1186.84 കോടി രൂപ ലഭിക്കാനുണ്ടായിരുന്നു. ഇതിൽ 280.58 കോടി രൂപ 2023-24ലെയും 513.54 കോടി കഴിഞ്ഞ അധ്യയന വർഷത്തെയും കുടിശ്ശികയാണ്. ഇതോടൊപ്പം പുതിയ അധ്യയന വർഷത്തെ ആദ്യ ഗഡു ലഭിക്കാനുണ്ട്. അപ്പൊ ഈ നില തുടർന്നാൽ വിദ്യാഭ്യാസ പദ്ധതികൾ മൊത്തത്തിൽ അവതാളത്തിലാകും എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് കേരളത്തിൽ മനു ഭരത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുവിന്റെ ടെലിഫോൺ ലൈനിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടിരിക്കുകയാണ്. PM-ശ്രീയിൽ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. മനു, തുടരാം. അപ്പൊ രാജ്യത്ത് 14,500ഓളം PM-ശ്രീ വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇതിനായി 27,360 കോടി രൂപയുടെ ഒരു പദ്ധതി ചിലവാണ് കേന്ദ്രം ആവിഷ്കരിച്ചിരുന്നത്. ഇതിൽ 18,128 കോടി രൂപ കേന്ദ്ര വിഹിതവും 9,232 കോടി സംസ്ഥാനങ്ങളുടെ വിഹിതവുമാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ പരമാവധി 2 സ്കൂളുകൾക്കാണ്, ഒരു പ്രൈമറി സ്കൂളിനും ഒരു സെക്കൻഡറി സ്കൂളിനുമാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക. കേരളം പദ്ധതിയിൽ പങ്കാളിയായ ലഭിക്കുക 168 BRCകളിലായി പരമാവധി 336 സ്കൂളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം 85 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വിവിധ പദ്ധതികളിലായി ലാഭം ലഭിക്കും. അതിൽ 60% കേന്ദ്രവിഹിതമായി ലഭിക്കും, 40% സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയും. അപ്പൊ കേന്ദ്രത്തിന്റെ ഈ ധാരണാപത്രം ഒപ്പിട്ടാൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി വരും. നഗരപ്രദേശങ്ങളിൽ സ്കൂളിൽ കുറഞ്ഞ 70% മാനദണ്ഡങ്ങളും ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളിൽ 60% മാനദണ്ഡങ്ങളും വെക്കണം എന്നൊരു നിലപാടാണ് ഈ പദ്ധതിക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായും സംസ്ഥാനത്തിലെ സ്കൂളുകളുടെ നിലവാരം വലിയ തോതിൽ മാറാൻ, അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ലൈബ്രറി, അങ്ങനെ പല തരത്തിലുള്ള സവിശേഷമായ സാഹചര്യങ്ങൾ സ്കൂളുകളിൽ എത്തും. അതുപോലെ പ്രാദേശിക വ്യവസായ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക, അങ്ങനെ കുട്ടികളുടെ തൊഴിലവസരങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുക, പിന്നെ വ്യാവസായികമായി മാനവശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെ നിരവധി പദ്ധതികൾ. അപ്പൊ നിലവിൽ 33 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങളുമായി 33 സർക്കാരുകൾ ഇതിനോട് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. 12,505 സ്കൂളുകളാണ് ഈ പദ്ധതി വഴി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കേരളത്തിന് ഇതിൽ നിന്ന് മാറി നിന്നാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. ആ കാരണം കൊണ്ട് തന്നെയാണ് PMC സ്കൂൾ പദ്ധതിയിലേക്ക് ചേരാൻ കേരളവും സന്നദ്ധത പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നതിനപ്പുറം ഇതൊരു സമ്മർദ്ദമായിരുന്നു എന്ന തലത്തിലാണോ CPM ഇതിനെ വിശദീകരിക്കുന്നത്, മനു? അതായത് ഈ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് കേരളത്തിലെ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകാത്തൊരു സാഹചര്യം. അപ്പോൾ ഈ പദ്ധതിയിൽ ചേർന്നാൽ മാത്രമേ ഈ ഫണ്ടുകൾ ലഭിക്കുകയുള്ളൂ. ഇത്ര 1,500 കോടിയോളം രൂപ ലഭിക്കണമെങ്കിൽ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപിത നയത്തിൽ നിന്ന് CPM പിന്നോട്ട് പോയതും ഈ ധാരണാപത്രത്തിലടക്കം ഒപ്പിട്ട് ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ടി വന്നതും. അതൊരു സമ്മർദ്ദമായിരുന്നു, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങേണ്ടി വന്നു എന്ന തരത്തിലാണോ ഇപ്പോൾ CPM ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്? CPM-ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിമർശനം, ഇത് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു, അത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് ഇതെന്നും അത് RSS അജണ്ടയാണെന്ന് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനം ഇടതു പാർട്ടികൾ അത് ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം അത് വളരെ ശക്തമായ നിലയിൽ ഉന്നയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് കേരളവും തമിഴ്നാടും ബംഗാളും ഈ കേന്ദ്ര നീക്കത്തിന് വഴങ്ങേണ്ടെന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. ബാക്കി ഈ 33 ഭരണ സംവിധാനങ്ങൾ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന 33 സംവിധാനങ്ങൾ. ശരി മനു, ഞാൻ മനുവിലേക്ക് വരാം. ഇപ്പോൾ
രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഈ CPI-യുടെ ഒക്കെ കടുത്ത എതിർപ്പ് മറികടന്നുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രഖ്യാപിത നയത്തിൽ നിന്നൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുകയാണ്, കരാറിൽ ഒപ്പിവെച്ചിരിക്കുകയാണ്. കരാറിൽ ഒപ്പിട്ട അത്ര വലിയൊരു തെറ്റോ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. അല്ലാണ്ട് കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തോ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമോ പോലുമല്ല. അതുകൊണ്ട് ഒരു സംസ്ഥാനമായിട്ട് തുടർന്നിടത്തോളം ഇന്ത്യ രാജ്യത്തുള്ള 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമായി നിൽക്കുന്നിടത്തോളം കാലം, ഇന്ത്യൻ യൂണിയനെ അംഗീകരിക്കുന്നിടത്തോളം കാലം അതിൽ ഒപ്പിടേണ്ടതായിട്ട് വരും. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇതിന് മാത്രമല്ലോ മറ്റ് പല കാര്യങ്ങൾക്കും ധനസഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. PM ശ്രീയിൽ കിട്ടാൻ പോകുന്ന സംഖ്യ അത്ര വലുതല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ സർവശിക്ഷാ അഭിയാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യം കൂടി ഇല്ലാതാവും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ നഷ്ടപ്പെട്ടു. കേരളത്തിന് കിട്ടുന്ന പദ്ധതി വീതം കിട്ടുന്നില്ല എന്ന് നമുക്ക് പരാതിയുണ്ട്. കടമെടുക്കുന്നതിന് പരിധി ചുരുക്കുന്നു എന്ന് പരാതിയുണ്ട്. സാമ്പത്തിക ബാധ്യത കൊണ്ട് കേരള സംസ്ഥാനം പൊറുതിമുട്ടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സാമ്പത്തിക പരിമിതിക്കുള്ളിലാണ് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായോഗികമായിട്ട് ആ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ആ പ്രായോഗികമായ ചിന്ത എന്തുകൊണ്ടായിരിക്കാം CPM-ന് ഇല്ലാതെ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം എതിർപ്പ് മറികടന്നും CPM തങ്ങളുടെ ഈ നിലപാടുമായി തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ CPI അപഹാസ്യരായി എന്ന് വിലയിരുത്തണമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. CPIക്ക് തത്വാധിഷ്ഠിതമായിട്ട് അതിനോട് വിയോജിപ്പ് ബന്ധപ്പെട്ട ഫോറത്തിൽ രേഖപ്പെടുത്തി. അതിൽ കവിഞ്ഞ് ഒന്നും ഈ മുന്നണി സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് CPM-ന് മാത്രമല്ല, CPIക്ക് മാത്രമല്ല CPM-ന് എതിർപ്പുണ്ട്. പ്രായോഗിക തലത്തിൽ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. CPM-നും എതിർപ്പുണ്ട്, CPIക്ക് എതിർപ്പുണ്ട്, എല്ലാ ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ട്. PM ശ്രീ പദ്ധതി ഇല്ല പല വശങ്ങളോടും എതിർപ്പുണ്ട്. പക്ഷെ പ്രായോഗികമായിട്ട് ഒരു കൂട്ടുകക്ഷി സർക്കാരിന് ഈ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി നിലനിൽക്കുന്നിടത്തോളം കാലം. ഓക്കെ, വളരെ വ്യക്തമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. നേപ്പാൾ കലാപത്തിന് കേരളത്തിൽ നിന്ന് സഹായം. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആയുധ ശേഖരണത്തിന് ആഹ്വാനം നടന്നതായി റിപ്പോർട്ട്. സാമൂഹിക മാധ്യമമായ ഡിസ്കോഡിൽ കൂടി ആയുധ ശേഖരണത്തിന് ആഹ്വാനം ചെയ്തു എന്നതിന്റെ മാത്രമല്ല, ഇതിനാവശ്യമായ സഹായങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ കൂടി വാഗ്ദാനം ചെയ്തതിന്റെയും ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നേപ്പാളി മാധ്യമമായ കാഠ്മണ്ഡു പോസ്റ്റാണ് നിർണായകമായ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു സാമൂഹിക മാധ്യമം, അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പോലും ഒരു ധാരണയുമില്ല. അതിനിടയിലാണ് ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങ് നേപ്പാളിൽ നടന്ന കലാപത്തിന് ആയുധ ശേഖരണത്തിന് ആഹ്വാനം നടത്തി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. സാധാരണക്കാരെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. എന്താണ് ഇതിന്റെ വാസ്തവം, വിശദാംശം? അറിയ, ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മാസം കണ്ട നേപ്പാളിലെ ഒരു വലിയ പ്രക്ഷോഭം, അതിനുശേഷം നേപ്പാളിലെ സർക്കാർ തന്നെ താഴെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് കാഠ്മണ്ഡു പോസ്റ്റിൽ വന്ന ഒരു വാർത്ത, കാഠ്മണ്ഡുവിലെ ഒരു വാർത്താ മാധ്യമമാണ് കാഠ്മണ്ഡു പോസ്റ്റ്, അതിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. അതായത് ആ വാർത്തയിൽ പറഞ്ഞു വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഈ ജെൻസി പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർ അവരുടെ കമ്മ്യൂണിക്കേഷൻസ്, അവർ പരസ്പരം ആശയവിനിമയം നടത്തിയതും ഈ സമരം, ഈ പ്രക്ഷോഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നത് ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതിൽ ഗ്രീനിഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നൊരാൾ ഇത്തരത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത് നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം, അത് നിർത്താൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തോക്കുകൾ ആവശ്യമാണ്, അതിന് എൻ്റെ കയ്യിൽ വഴിയുണ്ട്, ഇന്ത്യയിൽ കേരളത്തിൽ ഇങ്ങനെ തനിക്കറിയാവുന്ന ഒരു ഡീലറുണ്ട്, അയാൾ വഴി തങ്ങൾക്ക് തോക്ക് എത്തിക്കാൻ കഴിയും, അതുപോലെ 50ഓളം ഗ്രനേഡുകൾ തനിക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഡീലർ വഴി നമുക്ക് നേപ്പാളിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള ഗ്രീനിഷ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ചാറ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്.
നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതായത് രാജ്യത്തിന് പുറത്ത്, കേരളത്തിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് ആയുധങ്ങൾ, പ്രക്ഷോഭത്തിനും കലാപങ്ങൾക്കും തീവ്രവാദത്തിനുമൊക്കെ ആയുധങ്ങൾ എത്തിക്കുന്ന ഡീലർമാർ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ചാറ്റ് പുറത്ത് വന്നതോടുകൂടി ഇപ്പോൾ ചോദ്യമായി വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ സർക്കാരിനെ വരെ അട്ടിമറിക്കാനുണ്ടായ ഒരു പ്രക്ഷോഭത്തിൽ ആ പ്രക്ഷോഭകാരികൾക്ക് ഒപ്പം നിന്ന അയാൾക്ക് കേരളത്തിൽ ബന്ധമുണ്ട്. അതായത് അയാൾക്ക് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ബന്ധമുണ്ടാക്കിയതല്ല. ഇതിനു മുമ്പ് തന്നെ അയാൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു ആയുധ ഡീലറെ അറിയാം എന്നുള്ള കാര്യമാണ് ആ ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ചാറ്റുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ വളരെ വളരെ പ്രശ്നമായിട്ടുള്ള, വളരെ നമ്മൾ വലിയ അന്വേഷണങ്ങൾക്ക് വഴിവെക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാൻ ആളുകളുണ്ട് എന്നുള്ള വളരെ വലിയ ഒരു ആരോപണം ഈ ചാറ്റിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇത്തരത്തിൽ നേപ്പാളിൽ ഒരു വലിയ ഒരു കലാപം ഉയരുന്നത്. അവിടുത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമരം ഉണ്ടാകുന്നു. ആ സമരം പ്രക്ഷോഭമായി മാറുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അടക്കം രാജ്യം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അതിനുശേഷം അവിടെ ഈ പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച ഒരാളെ അവിടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കുന്നവരെ എത്തി. ഇതിപ്പോൾ ഡിസ്കോഡ് എന്ന് പറയുന്ന ആപ്പ് അമേരിക്കൻ ബേസ്ഡ്, 2015 അമേരിക്കയിൽ നിർമ്മിച്ച, അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടായ ഒരു ആപ്ലിക്കേഷനാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. അവിടെ സാധാരണ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് പോലെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ് ഡിസ്കോഡ്. അത് ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഗെയിം കളിക്കുന്ന ആളുകൾ, യുവജനങ്ങൾ കൂടുതലായും അവരുടെ സംഭാഷണങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുന്നത്. ആ ആപ്പിലൂടെയാണ് നേപ്പാളിൽ ഇത്തരത്തിൽ വലിയൊരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സമരക്കാരുടെ ആളുകൾ അവിടെ ഒത്തുകൂടിയതും അവർ സംസാരിച്ചതും. യൂത്ത് ഹബ്ബ് എന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ, ഇങ്ങനെ പേരിട്ടിരിക്കുന്ന ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ ചർച്ച വന്നത്. അതിൽ ഗ്രീനിഷ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകണം, അത് അവസാനിപ്പിക്കരുത്, അതിന് വേണ്ട ആയുധങ്ങൾ എത്തിക്കാം, അത് കേരളത്തിൽ നിന്ന് എത്തിക്കാൻ കഴിയും, അവിടെ കേരളത്തിൽ തനിക്ക് ആളുകളുണ്ട് എന്നാണ് ഈ ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആര്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും നേപ്പാൾ കലാപത്തിൽ മലയാളിയുടെ സഹായം, അതും ആയുധ ശേഖരണത്തിനടക്കം ആഹ്വാനവും സഹായവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. തല്ലിയത് പിരിച്ചുവിട്ട പോലീസുകാരനെന്ന ഷാഫി. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറഞ്ഞു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16-ന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഇയാൾ ഉൾപ്പെട്ട 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. പോലീസ് അതിക്രമം ആസൂത്രിതമാണെന്നും പോലീസിന്റെ കയ്യിൽ ഇരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരുക്കുണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചത് പോലീസിനുള്ളിലെ ചില കുഴപ്പക്കാരാണ് എന്ന് നേരത്തെ റൂറൽ SP സമ്മതിച്ചു. ഇക്കാര്യം പരസ്യമായി സംബന്ധിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് തന്നെ മർദ്ദിച്ച പോലീസുകാരൻ്റെ ദൃശ്യങ്ങളടക്കം ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ കരുതിക്കൂട്ടിയാണ് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരൻ തന്നെ മർദ്ദിച്ചത്. 2 ദിശയിൽ വെച്ച് തൻ്റെ മൂക്കിനും തലയ്ക്കും അടിച്ചു. പിന്നീട് വീണ്ടും തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു പോലീസുകാരൻ ഇദ്ദേഹത്തെ തടഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ, തൊട്ടടുത്ത സെക്കൻഡിൽ എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
സംസ്ഥാന സർക്കാർ ഗുരുതരമായ കൃത്യവിലോപം കണ്ടെത്തിയതിനെ തുടർന്ന് അല്ലെങ്കിൽ കളങ്കിതനായ ഉദ്യോഗസ്ഥനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ട 3 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഷാഫി പറമ്പിൽ MP ആരോപിക്കുന്നു. അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സർക്കാർ നൽകുന്നില്ല. വിവരാവകാശ രേഖകൾക്കടക്കം മറുപടി നൽകിയില്ല. പിന്നീട് എന്നാണ് ഇദ്ദേഹത്തെ സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചത് എന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങളില്ല. ഇദ്ദേഹത്തിൻ്റെ ചിത്രം പോലീസ് വെബ്സൈറ്റിൽ പോലും ലഭ്യമല്ല എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയും. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം തന്നെ സർവീസിൽ നിന്നും നീക്കം ചെയ്തു എന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് അഭിലാഷ് ഡേവിഡ് പറയുന്നത്. തനിക്കെതിരെ അച്ചടക്ക നടപടി എന്ന രീതിയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അപ്പീൽ നൽകിയ ശേഷം തൻ്റെ ഭാഗം കേട്ട് വിശദമായ അന്വേഷണം നടത്തി തന്നെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയായിരുന്നു. മറിച്ചുള്ള വാദങ്ങൾ തെറ്റാണ് എന്നും ഇദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ ദിവസം താൻ MP-ക്ക് മർദ്ദനമേറ്റ സ്ഥലത്തായിരുന്നില്ല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു തനിക്ക് ഡ്യൂട്ടി ലഭിച്ചിരുന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളത് താനല്ല, ചിത്രങ്ങളിൽ ഉള്ളത് താനാണെങ്കിലും വീഡിയോ ദൃശ്യങ്ങളിൽ ഉള്ളത് താനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ലാത്ത സംഭവത്തിൽ ഞാൻ എന്ത് പറയാൻ വേണ്ടി? ഇല്ല, എനിക്ക് വേറെ ഡ്യൂട്ടി ആയിരുന്നു. അത് എനിക്ക് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലായിരുന്നു എന്റെ ഡ്യൂട്ടി. ഇല്ല, അവിടെ വേറെ ഓഫീസേഴ്സിനായിരുന്നു ഡ്യൂട്ടി. ഇത് എന്റെ ഫോട്ടോയാണ്, അതെന്റെ ശരിയാണ്. മറ്റേത് ഞാനാണെന്ന് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സസ്പെൻഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ ഡിസ്മിസിലൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല. എന്തായാലും DGP-ക്കടക്കം നേരത്തെ ഷാഫി പറമ്പിൽ MP-യും കോൺഗ്രസും പരാതി നൽകിയിരുന്നു. ഒപ്പം പാർലമെന്റിലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത്രയും നടപടികൾ ആയിട്ടും തൻ്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് എത്തിയില്ല എന്ന് ഷാഫി പറയുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് UDF-ന്റെ തീരുമാനം. ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട സാഹചര്യത്തിലെങ്കിലും നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും UDF അറിയിക്കുന്നു. MS സനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും ഇതോടുകൂടി പൊളിഞ്ഞു വീണത് മുഖ്യമന്ത്രിയുടെ അവകാശവാദമാണ്. കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ആണ് ഇതോടുകൂടി പൊളിയുന്നത്. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, രാജ്യത്ത് തന്നെ ഇത്രത്തോളം കർക്കശമായ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ വേറെ ഇല്ലെന്ന മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ വാദമാണ് ഈ പൊളിഞ്ഞു വീണിട്ടുള്ളത് ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ. ഇവിടെ ഇപ്പോൾ ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ഈ 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിടത്താണ് അതിൽ ഉൾപ്പെട്ട അഭിലാഷ് ഡേവിഡ് ഇപ്പോഴും സേനയിൽ പ്രവർത്തിക്കുന്നത്. ഇതൊരു അഭിലാഷ് ഡേവിഡിന്റെ കാര്യം മാത്രമാണോ, അതോ ഈ ബാക്കി 144 പേരും ഇതോടൊപ്പം ഇപ്പോഴും സേനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ശരിക്കും വാസ്തവം?
CH നാഗരാജു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സമയത്താണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടുന്നത്. ആദ്യം തന്നെ ഒരു നടപടി ഉണ്ടായത് ഈ ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധമാണ്. അത്തരത്തിൽ വഴിവിട്ട ബന്ധത്തിൻ്റെ പേരിൽ ഒരു നടപടി വരുന്നു. പിന്നീട് പോക്സോ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ തുടരെ കുറ്റകരമായ വീഴ്ചകൾ ഉണ്ടായതിൻ്റെ പേരിലാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുള്ള നടപടി ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ IG റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് പിരിച്ചുവിട്ടതെങ്കിൽ തൊട്ടടുത്ത് ADGP റാങ്കിലെയോ ചെല്ലുന്ന അടുത്ത യൂണിറ്റിലുള്ള ADGP റാങ്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ DGPക്ക് തന്നെയും പരാതി നൽകിക്കൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ആ ഉദ്യോഗസ്ഥന് തിരികെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞതിൽ ബഹുഭൂരിപക്ഷം ആളുകളും തിരികെ സർവീസിൽ കയറി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് സേനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ സർക്കാർ ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിടണം. പക്ഷേ ഈ 144 പേരുടെ പട്ടിക പുറത്തുവിടാൻ ഇതുവരെ ആഭ്യന്തര വകുപ്പോ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. ആ രേഖ പുറത്തുവിടുന്നത് കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ചോർന്നു പോകുന്ന സാഹചര്യമില്ല. പലപ്പോഴും വിവരാവകാശത്തിന് അനുമതി നിഷേധിക്കുന്ന, അല്ലെങ്കിൽ രേഖകൾ തരാതിരിക്കുന്നത് അങ്ങനെയുള്ള ആഭ്യന്തര സുരക്ഷയെ ബാധിക്കും. അല്ലെങ്കിൽ അത്രയും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലാണ് രേഖകൾ പുറത്തുവിടാത്തത്. പക്ഷേ ഇങ്ങനെ സ്വഭാവ ദൂഷ്യം കൊണ്ട് സർവീസിൽ നിന്ന് പുറത്താക്കിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക തരാൻ എന്തുകൊണ്ടാണ് സർക്കാർ മടിക്കുന്നതെന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അവിടെയാണ് ചില ദുരൂഹതകൾ അവശേഷിക്കുന്നതും. അതായത് താൽക്കാലികമായി അവരെ പുറത്താക്കുകയും പിന്നീട് വളഞ്ഞ വഴിയിലൂടെ സേനയിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന രീതി. ഇടുക്കി നെടുങ്കണ്ടത്ത് രാജ്കുമാർ എന്ന ചിട്ടിക്കമ്പനി ഉടമയെ SP-യുടെ തന്നെ നിർദ്ദേശപ്രകാരം ഉരുട്ടി കൊലപ്പെടുത്തിയെന്ന കേസുണ്ട്. CBI അന്വേഷിച്ച കേസാണ്. അതിൽ പുറത്തുപോയ ഉദ്യോഗസ്ഥരെ വീണ്ടും സേനയിൽ ഉൾപ്പെടുത്തിയെന്ന തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വീണ്ടും തിരിച്ചെടുത്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ അവകാശവാദമൊക്കെ പൊള്ളത്തരമായി കണക്കാക്കേണ്ടി വരും. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു റിമാൻഡിൽ. മുരാരി ബാബു റിമാൻഡിലായിരിക്കുകയാണ്. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. SIT കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. മുരാരി ബാബുവിനെ ജയിലിലേക്ക് മാറ്റി. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഈ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് SIT. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായ ഒരു നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇതിപ്പോൾ 14 ദിവസത്തെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി, അല്ലേ? ആര്യ, അതാണ് കാര്യം. മുരാരി ബാബുവിന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് റാന്നി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഹാജരാക്കിയത്. എന്തായാലും 14 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 2 കേസുകളാണ് മുരാരി ബാബുവിന്റെ പേരിലുള്ളത്. ഒന്ന്, ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസിലെ 2ാം പ്രതിയും, ഒപ്പം കട്ടളപ്പാടിയുടെ സ്വർണം കവർന്ന കേസിലെ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് ഗൗരവമായ ചില കാര്യങ്ങൾ മുരാരി ബാബുവിനുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുകളും അത്തരത്തിലാണ്. അത് പ്രധാനമായും മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് മുരാരി ബാബു. അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല. ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാനും മുരാരി ബാബു ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള, ശബരിമല പോലെ ഒരു പരിപാവനമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി സ്വത്ത് കവർന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന് ഇത്തരത്തിലുള്ള ഗൗരവപരമായുള്ള തെറ്റ് ചെയ്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം കോടതിയിൽ പറയുകയുണ്ടായി. ഏതായാലും വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇനി വിശദമായൊരു ചോദ്യം ചെയ്യൽ പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം, മുരാരി ബാബുവിനെ കസ്റ്റഡി വാങ്ങിയതിനു ശേഷമായിരിക്കും പിന്നീട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക. വലിയൊരു തെളിവുകൾ മുരാരി ബാബുവിന്റെ പക്കൽ നിന്ന് ലഭിക്കാനുണ്ട്. വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. വിശദമായ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. എന്തായാലും സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിന്റെ പങ്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കായി തന്ത്രപരമായുള്ള ബുദ്ധിപരമായ നീക്കമാണ് മുരാരി ബാബു നടത്തിയതെന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്തായാലും മുരാരി ബാബു ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ഗൂഢനീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യലും കസ്റ്റഡിയിൽ വാങ്ങി അതിനുള്ള അന്വേഷണങ്ങളും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. എന്തായാലും മുരാരി ബാബുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. ഈ ദേവസ്വം ബോർഡ് പറയുന്ന ഈ ചെമ്പ് പാളിയാക്കി രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ പ്രധാന കണ്ണിയാണ് മുരാരി ബാബു. അതാണ് ഈ കേസിന്റെ ഗൗരവം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണപ്പാളിയാണ് ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ ഇത്
സ്വർണ്ണപ്പാളിയാണെന്ന് പറയുന്നിടത്ത് മുരാരി ബാബു ഇടപെട്ടാണ് ഈ സ്വർണ്ണപ്പാളിയല്ല അത് ചെമ്പുപാളിയാണെന്ന് മഹത്തര തിരുത്തലുകൾ വരുത്തിയ വ്യക്തി കൂടിയാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ ഗൗരവപരമായുള്ള കണ്ടെത്തലുകളുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാനുള്ള തന്ത്രപരമായ നീക്കം മുരാരി ബാബു നടത്തി എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ പങ്ക് വ്യക്തമായ സൂചന, അതായത് ഗൂഢാലോചന നടത്തി വ്യക്തമായ ഒരു പങ്ക് മുരാരി ബാബുവിനുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും 29-ാം തീയതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റാന്നി കോടതിയിൽ 14 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ള. ജാമ്യം അനുവദിക്കാൻ പാടില്ല. പ്രതികളെയും അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ മുരാരി ബാബു കഴിയും. സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആര്യ. യെസ്, ശശിനാരായണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശബരിമലയിലെ നിയുക്ത മേൽശാന്തിമാരുടെ സഹായികൾ ആരെന്നതിൽ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. മേൽശാന്തിമാരുടെ സഹായികളുടെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയിക്കണം. കേസുകളിൽ പ്രതികൾ ആണോ തുടങ്ങിയ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ടോ എന്നും അറിയിക്കണം. ഇക്കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. മറ്റു വാർത്തകൾ നോക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. ആധുനിക കാലത്തും ശ്രീനാരായണ ഗുരു ദർശനം പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകളാണ് പുരോഗമന കേരളത്തിന്റെ സൃഷ്ടിക്ക് പങ്കുവഹിച്ചതെന്ന് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് രാഷ്ട്രപതി പറഞ്ഞു. രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. പ്രൗഢഗംഭീരമായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഷ്ട്രപതി തൻ്റെ സന്ദർശനത്തിൻ്റെ 3-ാം ദിവസം ചെലവഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രാവിലെ KR നാരായണൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഇതിനൊരു പ്രത്യേകത, നേരത്തെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇങ്ങനെയൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ളവർ, അതേപോലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോഴത്തെ ഗവർണറും എല്ലാം ചേർന്നൊരു പ്രൗഢഗംഭീരമായ പരിപാടിയിലാണ് ഈ ചടങ്ങ് നടന്നത്. ഉച്ചയോടുകൂടിയാണ് ശിവഗിരിയിൽ രാഷ്ട്രപതി എത്തിയത് എന്നുള്ളതാണ്. അവിടെ സമാധിയിലടക്കം പ്രാർത്ഥന നടത്തി. അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇക്കാലത്തെയും ഒരു പ്രസക്തി വിളിച്ചോതുന്ന ഒരു പ്രസംഗമാണ് രാഷ്ട്രപതി അവിടെ നടത്തിയത്. മാത്രമല്ല, സാധാരണഗതിയിൽ പരിപാടിയിൽ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കഴിച്ച ശേഷമാണ് രാഷ്ട്രപതി കോട്ടയത്തേക്ക് മടങ്ങുകയും ചെയ്തത്. വലിയൊരു പരിപാടി, വലിയ ജനസഞ്ചയത്തിൻ്റെ ഒരു പ്രത്യേകതയും അത്രത്തോളം ആളുകളും പങ്കെടുത്തൊരു പരിപാടിയാണ് ശിവഗിരിയിൽ നടന്നത്. കാലാവസ്ഥ സാഹചര്യം മോശമാകാൻ സാധ്യതയുള്ളതിനാൽ കോട്ടയത്തെ പരിപാടി ഒരൽപ്പം നേരത്തെയാക്കി. നേരത്തെ 4:15 രാഷ്ട്രപതി വേദിയിലെത്തുമെന്ന് അറിയിച്ചിരുന്നതെങ്കിൽ ഇവിടെ അതിന് മുൻപ് തന്നെ 3:30 തന്നെ എത്തുന്നു. 4:15 ഏതാണ്ട് പരിപാടി പൂർത്തിയായി. 4:30 പരിപാടി പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും കേരളത്തിൻ്റെ സംഭാവന, അതിനുമപ്പുറത്തേക്ക് കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തടക്കം വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ അനാചാരങ്ങൾക്കെതിരെ നടന്ന പോരാട്ടം, ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗമുണ്ടായിരുന്നത്. പാലാ സെന്റ് തോമസ് കോളേജിലെ ഹെലിപ്പാഡിൽ നിന്നും നേരെ കോട്ടയത്തേക്ക് പോയ രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗമാണ് കുമരകത്തേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് കുമരകത്താണ് താമസമുള്ളത്. നാളെ രാവിലെ എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങും. എന്തായാലും വലിയ ദീർഘമായൊരു സന്ദർശനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 4 ദിവസത്തെ സന്ദർശനം അങ്ങനെ നാളത്തെ രാവിലെ നടക്കുന്ന പരിപാടിയോടുകൂടി പൂർത്തിയാകും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ ഡിവൈഎസ്പിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി. ഹൈക്കോടതി വിധി കാറ്റിൽ പറത്തി പലവിധ ആചാര ലംഘനങ്ങൾ നടത്തിയാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തിയതെന്നായിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ ഉള്ളടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വിമതശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി കോൺഗ്രസ്. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടി പാഠമാണെന്നും മുഹമ്മദ് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. വിമതർ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്ടിമറി നടത്തിയിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ പലപ്പോഴും കാണാനാവും. പ്രത്യേകിച്ച്
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ കോൺഗ്രസിലാണ് കൂടുതലായും തന്നെ വിമത ചിന്തകൾ ഉയരുന്നതും പലരും സ്ഥാനാർത്ഥിയായി മാറുന്നതുമല്ല. അതിന് ഒരു മുഴം മുന്നേ നീങ്ങുകയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവർ ഈ രീതിയിൽ തന്നെ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നു. പലയിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന് DCC പ്രസിഡന്റ് തന്നെ പറയുന്നു. നമ്മൾക്കറിയാം, കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം റിബൽ ശല്യമാണ്. പ്രത്യേകിച്ചും ആ റിബലുകളാണ് പിന്നീട് LDFന് പിന്തുണ കൊടുത്തത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിമാരാകാൻ താല്പര്യമുള്ളവർ അതാത് വാർഡ് കമ്മിറ്റികളിൽ, കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റികളിലൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ അറിയിച്ച് അതിൽ ഏറ്റവും ഉചിതമായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനം, വിമതരാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ ആ രീതിയിൽ എതിർപ്പ് ഉയരുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവരെ കണ്ട് ചർച്ച നടത്തി അത് ഒഴിവാക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ അവരെ ഉപദേശിച്ച് നന്നാക്കുക അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നൽകുക എന്നതാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഈ രീതിയിലേക്ക് സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുള്ളിടത്ത് നേരത്തെ തന്നെ അതാത് ബ്ലോക്ക് ഭാരവാഹികളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത്തരം ചിന്തകളെ തുടക്കത്തിലെ തന്നെ ഇല്ലാതാക്കി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ജില്ലയിൽ കൊണ്ടെത്തിക്കുക എന്നൊരാശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള ചില ചർച്ചകളിലേക്കെല്ലാം തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഈ ജനറൽ സീറ്റുകളിലേക്കടക്കം ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ വനിതകളെ അടക്കം മത്സരിപ്പിക്കുക എന്നൊരാശയം കൂടി കൊണ്ടുവരുന്നത്. അവരുടെ ഈ സംവരണ വാർഡുകളിലേക്ക് മാത്രമാക്കേണ്ട, വിജയസാധ്യതയുണ്ടെങ്കിൽ ആ ചേരുവകൾ എല്ലായിടത്തും പരീക്ഷിക്കുക എന്ന രീതിയിൽ തന്നെ അത്തരമൊരാശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജില്ലയിൽ താരതമ്യേന ജില്ലയിൽ ഒരു മേധാവിത്വമുള്ളത് കോൺഗ്രസിന് UDFന് തന്നെയാണ് പല കാലത്തും. പക്ഷേ പലപ്പോഴും അതിന് തിരിച്ചടി നേരിടുന്നത് ഇത്തരം വിമത നീക്കങ്ങളിലൂടെയാണ്. കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിലേറ്റവും വലിയ ഉദാഹരണം. കോൺഗ്രസ് വിമതരെ സ്വന്തമാക്കിയത് ഇടതുമുന്നണിയാണ്. അത് അതിശയപ്പെടുത്തുന്ന ഒരു നീക്കമായിരുന്നു. അങ്ങനെ 5 വർഷക്കാലം ആ വിമതരുടെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ LDFന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒരു വേള പോലും അവർ മാറ്റി ചിന്തിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ സ്വന്തം പാളയത്തിലുള്ളവരെ പോലും അന്ന് ഒരുമിച്ച് നിർത്താനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് വലിയ പിടിപ്പുകേടായാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വലിയ പരിധിവരെ തടയിടാനായിട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിമത ശബ്ദങ്ങളെ നിശബ്ദരാക്കാൻ അവരെ തല്ലുകയല്ല, തലോടുകയാണ്, ഒപ്പം നിർത്തുകയാണ്, ഉപദേശിച്ച കൊണ്ടു നടക്കുകയാണ് എന്നൊരു തിരിച്ചറിവിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിനുവേണ്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള ലീഗ് തീരുമാനത്തിൽ യൂത്ത് ലീഗിന് പ്രതിഷേധം. യുവാക്കളുടെ അവസരം ഇല്ലാതാക്കുന്നതാണ് നടപടിയെന്ന് നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. എന്നാൽ പാർട്ടിയുടെ വിജയവും പ്രാദേശിക സമവാക്യങ്ങളും പരിഗണിച്ചാണ് 3 തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇളവ് നൽകുന്നതെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു 3 തവണ മത്സരിച്ചവരെ ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത്. അത് വലിയ തോതിൽ തന്നെ യുവാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുകയും അത് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ കാര്യത്തിലാണ് ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. അതായത് 3 തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് വീണ്ടും മത്സരിക്കാൻ, അതും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും ഏകകണ്ഠേന ഒരു അഭിപ്രായം വരികയാണെങ്കിൽ, ഇദ്ദേഹം മാത്രമാണെങ്കിൽ ഇവർ മാത്രമാണ് മത്സരിക്കേണ്ടത് എന്ന ഒരു അഭിപ്രായം വരികയാണെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം, അവരെ മത്സരിപ്പിക്കണമെന്ന ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറി നിന്നവർക്ക് മാത്രം വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം വിശദീകരിക്കുന്നത്. 3 തവണ ജനപ്രതിനിധികളായ ആളുകൾ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനമനുസരിച്ച് മാറി നിന്നിട്ടുണ്ട്. അവർക്ക് അങ്ങനെ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ ആ ബന്ധപ്പെട്ട വാർഡിലെ കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി അവരുടെ പേര് ശുപാർശ ചെയ്താൽ അത് പരിഗണിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും.
ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിന്റെ ഗുണഫലം ലഭിച്ചത് യൂത്ത് ലീഗിനാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നേതൃത്വം മാറുമ്പോൾ അത് യൂത്ത് ലീഗിന്റെ അവസരങ്ങൾ കുറയ്ക്കുമോ എന്നൊരാശങ്കയും യൂത്ത് ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക നേതൃത്വത്തെ അറിയിക്കുവാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിനെ സംബന്ധിച്ച് എല്ലാ തവണയും അവർക്ക് ഏറ്റവും അധികം അവസരം ലഭിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു 3 പേർ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഏത് തരത്തിലായിരിക്കും അവരുടെ അവസരം കുറയ്ക്കുക എന്നൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. എന്നാണ് ഇക്കാര്യത്തിൽ നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ച് അവരുടെ ആശങ്ക അറിയിച്ച് ഈ തീരുമാനത്തിൽ അവർക്കുള്ള അതൃപ്തി അല്ലെങ്കിൽ അവർക്കുള്ള ആശങ്ക യൂത്ത് ലീഗ് നേതൃത്വത്തെ നേരിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് അറിയാനാവുന്നത്. വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ യൂത്ത് ലീഗ് പ്രതിഷേധമുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് ഒരുപക്ഷെ ഇറങ്ങാനുള്ളൊരു സാധ്യത, പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. നേതൃത്വം നൽകുന്ന ഉറപ്പിൽ വിശ്വാസമർപ്പിച്ച് അവർ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. എന്നാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്തിൽ എവിടേക്ക് മത്സരിച്ചാലും അത് ഒരു ഘട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അതായത് പഞ്ചായത്ത് തലത്തിൽ മത്സരിച്ചാലും ബ്ലോക്കിലേക്ക് മത്സരിച്ചാലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചാലും അങ്ങനെ 3 തവണ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഓരോ തവണ ആയിട്ട് തന്നെ വേണം കണക്കാക്കുവാൻ എന്നതാണ് ലീഗ് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറുന്നവർക്ക് മാത്രമാണ് ഈ ഇളവെന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റിനെയും അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. UDF സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് LDFിലേക്ക് കൂറുമാറിയ 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ്, 3-ാം വാർഡ് അംഗവും മുൻ പ്രസിഡന്റും കൂടിയായ KR ശ്രീകല എന്നിവരാണ് അയോഗ്യരായവർ. അടുത്ത 6 വർഷത്തേക്ക് ഇവർക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അറിയിക്കാതെ നഗരസഭാ പരിധിയിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ബയോമെഡിക്കൽ കെട്ടിടത്തിന്റെ കട്ടിളവയ്പും നിർവഹിച്ചതിലാണ് പ്രതിഷേധം. PT ഉഷ MP ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ C കൃഷ്ണകുമാറും ഭാര്യയും കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറും മാത്രമാണ് പങ്കെടുത്തത്. പാലക്കാട്ടെ BJPയിൽ കുടുംബാധിപത്യമെന്നാണ് എതിർവിഭാഗത്തിന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ C കൃഷ്ണകുമാർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്ന് കാണിച്ച് RSSനും BJP നേതൃത്വത്തിനും ഇവർ പരാതി നൽകി. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗ് നോക്കാം. വട്ടവടയിലെ കലുങ്ക് സംവാദത്തിനിടെ V ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പരാമർശവും അതിന് ശിവൻകുട്ടി നൽകിയ മറുപടിയുമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. മല്ലിച്ചുകൊണ്ട് എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് എങ്ങനെ പോകാമെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. എനിക്കതിന് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ല, കേന്ദ്ര മന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പറയും. ഇപ്പൊ അയാള് പിന്നെ നാക്കെടുത്ത കള്ളത്തരം പറയുന്ന ഈ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. പുതുശ്ശേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ്, യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ്. കള്ള വോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ള വോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിലൊരു കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പൊ കള്ളവോട്ടിന്റെ ആളാണ്. ബാലരാമപുരത്ത് ഓട്ടോറിക്ഷയിലെത്തിയ സംഘം പൊതുസ്ഥലത്ത് സ്ഫോടക വസ്തു എറിഞ്ഞ് കടന്നു കളഞ്ഞു. മംഗലത്തുകോണം ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം. ഓട്ടോറിക്ഷയിൽ എത്തിയവർ റോഡിലേക്ക് 2 സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയുകയായിരുന്നു. ഇതിൽ ഒന്ന് ഉഗ്ര ശബ്ദത്തിൽ പൊട്ടി. പൊട്ടാതെ പോയതിനെ ഓട്ടോയിൽ തിരികെ വന്ന് എടുത്ത് വീണ്ടും എറിഞ്ഞു പൊട്ടിച്ചു. CCTV കേന്ദ്രീകരിച്ച് ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
അവിടെ അറിഞ്ഞോക്കൂ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇനി സംസ്ഥാന കായികമേളയിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 2ാം ദിനത്തിലും തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. 2ാം സ്ഥാനത്ത് കണ്ണൂരും 3ാം സ്ഥാനത്ത് തൃശൂരും നിൽക്കുന്നു. 3000 മീറ്ററിൽ പാലക്കാട് സ്വർണം വാരിക്കൂട്ടിയപ്പോൾ മേളയുടെ ഗ്ലാമർ പോരാട്ടമായ 100 മീറ്റർ മത്സരങ്ങളിൽ കണ്ടത് ആവേശോജ്വലമായ പോരാട്ടങ്ങളായിരുന്നു. ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ 37 വർഷത്തെ റെക്കോർഡ് ഉൾപ്പെടെ മറികടന്നു. സന്തോഷമുണ്ട്. 10.79 റെക്കോർഡ് പ്രതിഷ്ഠ ഓടിയത്. അത് ഇടാൻ പറ്റാത്തതിൽ 9 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം. അതെ അതെ, ഇടാൻ പറ്റാൻ ഭയങ്കര സങ്കടമുണ്ട്. അതെ അതെ, ആംഗിൾ ഇഞ്ചറി പ്രശ്നം തന്നെയാണ്. 1 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. വരുന്ന ഒരാഴ്ച വർക്കൗട്ട് കിട്ടിയിട്ടുള്ളൂ. അതെ 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 അതെ, തീർച്ചയായും നടക്കും. എന്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ള ഒരു ബോയ് ആണ്. യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്താണ്. ഒരു ഭാവിയുള്ള ഒരു കായിക താരമാണ്. ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട്. അപ്പൊ അതിന് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചു വന്ന മെഡൽ തന്നെയായിരുന്നു. നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കോച്ചസ് എനിക്ക് കൂടെ എല്ലാം ടെൻഷനൊക്കെ മാറ്റി തന്നു. ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എന്റെ പാരന്റ്സ്, കോച്ചസ്, അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. അവർ കാരണം കിട്ടിയ മെഡലാണ്. എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. അവരൊക്കെ കാരണമാണ് എനിക്കിത് വരാൻ തന്നെ സാധിച്ചത്. 100 മീറ്റർ 200 മീറ്ററും ഉണ്ട്. താങ്ക് യു. മേളയുടെ 2ാം ദിനത്തിൽ ആവേശ ചൂട് കുറയുന്നില്ല. ആദ്യ ദിനത്തിൽ എങ്ങനെയാണോ തിരുവനന്തപുരം മുന്നിട്ട് നിന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരം 2ാം ദിവസവും മുന്നിട്ട് നിൽക്കുന്നു. കൊച്ചിയിൽ എന്താവർത്തിച്ചോ അതേ തനിയാവർത്തനം തിരുവനന്തപുരം ഇത്തവണയും കാഴ്ചവെക്കുന്നതാണ് നമ്മൾ 2ാം ദിനവും കാണുന്നത്. നിലവിൽ ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് കണ്ണൂരാണ്. 3ാം സ്ഥാനത്ത് തൃശ്ശൂർ നിൽക്കുന്നു. പക്ഷേ കണ്ണൂരും തിരുവനന്തപുരം തമ്മിൽ വലിയ വ്യത്യാസം തന്നെയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരം വളരെ സേഫായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അത്ലറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് 100 മീറ്റർ വിഭാഗത്തിലുള്ള മത്സരം തന്നെയായിരുന്നു. ആരായിരിക്കും വേഗറാണി, ആരായിരിക്കും വേഗരാജാവ് എന്നുള്ള ഇത് തന്നെയായിരുന്നു നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും വലിയ മത്സരം തന്നെയാണ് ഇന്ന് നടന്നത്. 37 വർഷത്തെ റെക്കോർഡാണ് ഇന്ന് തകർക്കപ്പെട്ടത്. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ആ 37 വർഷത്തെ റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നത്. അത് അതുൽത്യം 10.81 സെക്കൻഡിൽ അതുല് ആ 37 വർഷത്തെ റെക്കോർഡ് തകർത്തടിയുകയായിരുന്നു. എന്നാൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് ദേവനന്ദയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. കോഴിക്കോട് നിന്ന് ദേവനന്ദ ഫിനിഷ് ചെയ്തത് 12.45 സെക്കൻഡിൽ നിന്നാണ്. ഇനി സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ ആദിത്യ അജിയാണ് 12.11 സെക്കൻഡിൽ ആദിത്യ അജി ഫിനിഷ് ചെയ്തു. എന്നാൽ നമ്മൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വരുമ്പോഴേക്കും പാലക്കാട് നിന്ന് നിവേദ് കൃഷ്ണ 10.79 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഈ ട്രാക്ക് വേഗച്ചൂടായിരുന്നു. ഇവിടെ മഴയുണ്ടായിരുന്നു, കാലാവസ്ഥ കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇവര് കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും മൊത്തം ചൂടായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സംഭവിച്ചത്. അങ്ങനെ ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം അത്യന്തം ആവേശമായിട്ടുള്ള രീതിയിലാണ് മത്സരങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. തിരുവനന്തപുരം ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തെ പെട്ടെന്ന് അട്ടിമറിക്കാൻ കണ്ണൂരിന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് വേണം തന്നെ പറയാം. പക്ഷേ വരുന്ന ദിവസങ്ങൾ വളരെയധികം ശക്തമായിട്ട് രീതിയിൽ തന്നെ മത്സരങ്ങൾ മുന്നിട്ട് നിൽക്കും. പക്ഷേ ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം അത്യന്തം ആവേശത്തിൽ തന്നെയാണ് അവസാനിക്കുകയും ചെയ്തത്. MS ഹരികൃഷ്ണന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേരള സംസ്ഥാന കായികമേളയുടെ ഭാഗമായി നടന്ന അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടം വിഭാഗത്തിൽ താരമായിരിക്കുകയാണ് ദേവനന്ദന വി ബിജു. കോഴിക്കോട് സെന്റ് ജോസഫ് HSS പുല്ലൂരാംപാറയിലെ +2 വിദ്യാർത്ഥിനിയായ ദേവനന്ദന 1 മാസത്തിന് മുന്നെയാണ് അപ്പൻഡിക്സ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. സർജറി വേണമെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞിട്ടും ദേവനന്ദന തന്റെ ദൃഢനിശ്ചയം കൊണ്ട് ഈ വിജയം കരസ്ഥമാക്കി. ആ തീരുമാനം എത്തിച്ചത് സ്വർണ്ണ മെഡലിലേക്കാണ്. 100 മീറ്റർ ജൂനിയർ വിഭാഗത്തിലെ ദേവനന്ദയാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. ദേവനന്ദ എങ്ങനെയാണ് സ്വന്തം ആരോഗ്യത്തെ പോലും മാറ്റി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ദേവനന്ദ ഈ ഒരു പ്രകടനത്തിന് വേണ്ടി നിൽക്കുന്നത്? എന്ത് തോന്നുന്നു ഈ വിഷയം?
ഭയങ്കര സന്തോഷം. സ്വന്തം ആരോഗ്യം പോലും ഓപ്പറേഷൻ പോലും മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങാൻ അത്ര ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളും? 3 ആഴ്ച പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. വേദനയായിട്ട് കടുത്തത്തിലായിരുന്നു. അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങി പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ വേദന, പിന്നെ ഹോസ്പിറ്റലിൽ, അങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രമായിട്ടായിരുന്നു. ഹോസ്പിറ്റലും ഗ്രൗണ്ട് ഹോസ്പിറ്റലും അങ്ങനെ മാറി നിന്നുകൊണ്ടാണ് ദേവനാഥ് ഈ 12.45 സെക്കൻഡിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത് എത്രമാത്രം നമ്മുടെ ശരീരത്തെ മാറ്റി വെച്ചുകൊണ്ടാണല്ലോ. അത് എങ്ങനെയാണ്? എനിക്കത് കുഴപ്പമില്ല. എനിക്ക് ഓടണം തോന്നി. ഇതൊന്നും പ്രശ്നമില്ലാന്ന് വെച്ചപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ ഡോക്ടറോട് സർജറി. ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? ഡോക്ടർ പറഞ്ഞ സർജറി വേണമെന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. സർജറി വേണമെന്ന് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. സർജറി വേണം തന്നെ ഡോക്ടേഴ്സ് ഡോക്ടർ ആയിക്കോട്ടെ, ഓടിക്കഴിഞ്ഞിട്ട് നോക്കാം. 200 മീറ്ററിലും കൂടി ദേവനന്ദ മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആരോഗ്യം നോക്കിയിട്ട് മാത്രമേ അതനുസരിച്ച് തീരുമാനം എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയാ, സന്തോഷാണ്. പുല്ലിരാമ്പാറയുടെ തിരിച്ചറിവ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു 4 വർഷത്തിന് ശേഷം ഉള്ള ഒരു മികച്ച പെർഫോമൻസ്, മികച്ച മെഡലാണ്. അപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കോച്ച് സാർ പോയതിനു ശേഷമുള്ള ഒരു മികച്ച മെഡലാണ്. അപ്പൊ ഞങ്ങള് ഇനിയുണ്ട് 2 സ്പ്രിന്റ് കാറ്റഗറിയിൽ പുല്ലിരാമ്പാറ 6 ഞങ്ങൾ 3 കാറ്റഗറി ഞങ്ങൾ പിടിക്കും തന്നെയാണ് ഞങ്ങൾ വിചാരം. 12.45 ഒരിക്കലും ഞങ്ങളത് 11+ ഞങ്ങൾ പ്രതീക്ഷ വന്ന ടൈം ഒരിക്കലും. കാരണം നമുക്ക് ഈ അപ്പൻഡിക്സ് അസുഖം വന്നതിന് ശേഷമാണ് കഴിഞ്ഞൊരു 1 മന്തായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ്, ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു പോയതാണ് കഴിഞ്ഞതായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം നന്ദി. ഇത്രയും ഇത് വേറൊന്നും പറയില്ല. 12.45 സ്കോർ ലൈനിലാണ് ദേവനന്ദ ജൂനിയർ വിഭാഗം 100 മീറ്റർ തികച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ വീട് എന്ന രീതിയിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നിൽക്കുകയാണ്. ഇത് തിളക്കമാർന്ന വിജയമാണ്. സ്വന്തം ആരോഗ്യത്തെ പോലും നിലനിൽക്കുള്ള വിജയമാണ്. ക്യാമറമാൻ അരുണിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 8. ലിയോ 14 മാർപ്പാപ്പ അടുത്ത വർഷം ആദ്യം ഇന്ത്യയിലെത്തുമെന്ന റിപ്പോർട്ട്. 2026 ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തിയേക്കുമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയാണ് സ്ഥിരീകരിച്ചത്. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി ഭാരത കത്തോലിക്ക മെത്രാൻ സംഘം അറിയിച്ചു. മെത്രാൻ സംഘത്തിന്റെ തലവനായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയെ നേരിൽ കണ്ട് കത്ത് കൈമാറി. 2026 ഫെബ്രുവരി 6 മുതൽ ദില്ലിയിൽ നടക്കുന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വാർഷിക പൊതുയോഗ സമയത്ത് ഇന്ത്യ സന്ദർശിക്കണമെന്നാണ് മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചത്. ന്യൂസ് at 9 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് ചേരും.